കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന് വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിച്ച് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമുക്ക് ഉച്ചാരണങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകലിലും നമ്മെ ഉച്ചരിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, വീണ്ടെടുത്ത സർവശക്തനായൊരു ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ നമ്മെ നടത്താൻ കഴിവുള്ള ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വസ്തതയാൽ ജീവിക്കും. വിശ്വസ്തതയാലും ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ, വിശ്വസ്തനായിരിക്കുമെങ്കിൽ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത ഒരു ദൈവം. നന്മയും കരുണയുമൊക്കെ നമ്മളെ പിന്തുടരും. നാം അതിൻ്റെ പുറകിന് പോകേണ്ട കാര്യമില്ല. മുമ്പ് അവിടുത്തെ രാജ്യവും രാജ്യത്തെ പറ്റിയുള്ള ചിന്തയും ദൈവിക നീതിയും അന്വേഷിക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ തരണമോ ദൈവത്തിനറിയാം. നമ്മൾ കൂടുതൽ വിഷയങ്ങൾ ടെൻഷനെടുത്ത് എന്തായിത്തീരും എന്ന് ചിന്തിച്ച് ഭയമകത്ത് വന്ന് നിരാശ വന്ന് നമ്മുടെ ആത്മീയതയും പ്രാർത്ഥനയും ഇല്ലാതായും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാം വ്യക്തമായി അറിയണം. സഹോദരങ്ങളെ, എബ്രായ ബാലന്മാരൊക്കെ പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, അവിടെയും വിശ്വാസം അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. വിടുവിക്കട്ടെ, വിടുവിച്ചില്ലേലും ഞങ്ങളുടെയും സ്വർഗരാജ്യമാണ്, ദൈവമാണ്, അവിടുത്തെ രാജ്യമാണ്. ദാനിയേലിനെതിരെ വന്നതും സിംഹങ്ങളുടെ കുഴിയിലേക്ക് കൊണ്ടുവരാനുള്ള നിയമമാണ്. ജീവനപകടത്തിലാകുന്നതാണ്. അവിടെ വേണമെങ്കിലും നിരാശപ്പെടായിരുന്നു, ദൈവത്തോട് പിറുപിറുക്കാമായിരുന്നു. പക്ഷെ അവിടെയും സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മുടക്കിയില്ല, പ്രാർത്ഥനയിൽ ശക്തനായിരുന്നു. പറഞ്ഞു വന്നതിൻ്റെ സാരം ദൈവം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ കൽപ്പനകൾ, അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി എല്ലാ കാലത്തും സ്തോത്രം ചെയ്യാനും, കുരുൾ വന്നാലും ഒരു പ്രഖ്യാപനം, മരണത്തിൻ്റെ താഴ്വരയിലൂടെ പോയാലും ദൈവമേ എനിക്കറിയാം അങ്ങ് എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. ഈ ഒരു അറിവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല. കുരുൾ വരുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. എത്ര പേർക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ട്? അങ്ങൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. ധൈര്യത്തോടെ ഇന്ന് പറയണം, ദൈവം എൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒരു ദിവസമൊന്നല്ല, എല്ലാ ദിവസവും ഉണ്ട് എന്ന് വ്യക്തമായി ഇന്ന് പകലും അറിഞ്ഞിരിക്കണം. അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 20:60 വാക്യം വളരെ സുപരിതമായൊരു വാക്യമാണ്. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല്
ഉരുട്ടി വെച്ചിട്ട് പോയി. പാപമൊന്നും ചെയ്യാത്ത, പാപത്തെയും ലോകത്തിനെയും പിശാചിനെയും ജയിച്ച എൻ്റെ യേശു ഒരു തെറ്റും ചെയ്യാതെ കാൽവറിയിൽ തകർക്കപ്പെട്ടു, ഇഞ്ചിഞ്ചായി കീറി മുറിക്കപ്പെട്ടു. തിരുശരീരം നിന്ദയ്ക്കും തുപ്പലിനും ഏൽപ്പിക്കപ്പെട്ടു. പാപമില്ലാത്ത, പാപിയല്ലാത്ത എൻ്റെ യേശു 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടു. കോടതികളെല്ലാം വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ യാതൊരു കുറ്റവും കണ്ടെത്തിയില്ല. മൃഗീയമായി യേശുവിനെ അവർ കൊന്നു, ആണിയടിച്ച് കൈകളിലും കാലുകളിലും കയറ്റി. തലയിൽ വലിയ മുള്ളുകൊണ്ടുള്ള കിരീടം അടിച്ചു കയറ്റി. വേദനയാൽ പിടഞ്ഞ് സ്വന്തം തോളിന്മേൽ തല ചായ്ച്ച് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. ഈ സമയത്ത് അരിമത്യയിലെ മന്ത്രിയായിരുന്ന, ധനവാനായിരുന്ന യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ നിർമ്മല ശിലയിൽ എൻ്റെ യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ് യോസഫിന് വേണ്ടി വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിലേക്ക് യേശുവിൻ്റെ ശരീരം എടുത്തു വെച്ചു. ഒരു കല്ലും ഉരുട്ടി വെച്ചിട്ട് പോയി. യോസഫേ, നീ ചെയ്ത പ്രവൃത്തി എന്താ? പുതിയ കല്ലറയിലേക്ക്, നീ വെട്ടിച്ചിരുന്ന നിൻ്റെ കല്ലറയിലേക്ക് യേശുവിൻ്റെ ശരീരം എടുത്ത് വെച്ചു, കല്ലും വെച്ചിട്ട് പോയി. എന്നാൽ ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആ മൃതശരീരം എന്നേക്കും അടക്കില്ല, എന്നേക്കും അതിനകത്തിരിക്കില്ല എന്നൊരു പ്രവചന ശബ്ദമുണ്ടായിരുന്നു. യെശയ്യാ പ്രവചനത്തിൽ 53 അതുണ്ട്. മറ്റു പല ഭാഗങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. യേശു തന്നെ ജീവിച്ചിരിക്കുമ്പോൾ താൻ മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ശക്തമായി പ്രവചിച്ചിരുന്നു, പ്രഖ്യാപനം ചെയ്തിരുന്നു. അതുകൊണ്ട് യോസഫെ, ഇന്ന് പകൽ ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ചിലത് അടയ്ക്കപ്പെട്ടതും മൂടപ്പെട്ടതും എന്നേക്കുമല്ല. യോസഫെ, നിനക്ക് ഈ കല്ലറ അതുപോലെ തിരിച്ചു കിട്ടും. 3 ദിവസം കഴിയുമ്പോൾ ഈ വാഗ്ദത്തം ഉയർത്തെഴുന്നേൽക്കും. ദൈവസഭയോടും അഭിഷക്തന്മാരോടും കുടുംബങ്ങളോടും ആത്മാവിൽ പറയാനുള്ളത്, 3 ദിവസത്തേക്ക് അടയ്ക്കപ്പെട്ടത്, മൂടപ്പെട്ടത് എന്നും അവിടെ ഇരിക്കില്ല. അത് പുറത്തു വരും, അത് പുറത്തു വരും. യോസഫ്, നീ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. നീ എന്തു കൊടുത്തോ അത് നിനക്ക് തിരിച്ചു നൽകും. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിർണായക ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവശക്തിക്ക് വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നൊരു ദൈവമുണ്ട്. നോക്കൂ, യോസഫിനെ പറ്റി ഇന്നും പ്രസംഗിക്കുന്നതിൻ്റെ കാരണം താൻ എടുത്ത എഫർട്ട് ചെറുതല്ല. എനിക്ക് നിങ്ങളോട് പറയാൻ ആത്മാവിൽ നിയോഗമുള്ളത്, 3 ദിവസത്തേക്ക് അത് അടയ്ക്കപ്പെട്ടു. എല്ലാവരും എൻജോയ് ചെയ്ത് കാണും. യഹൂദന്മാർ ആനന്ദിച്ച് കാണും. ഇവിടം കൊണ്ട് തീർന്നു. ഇല്ല, ഇപ്പുറത്ത് പ്രവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. വാഗ്ദത്തം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കും. വാഗ്ദത്തം 3-ാം ദിവസം പുറത്തു വരും. വാഗ്ദത്തം 3-ാം ദിവസം സംസാരിക്കും. അത് പലയിടത്തും അടയാളമായി വെളിപ്പെട്ടു വരും. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചന ശബ്ദത്തെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നോക്കി ഇന്ന് പകലും അരുളപ്പാടറിയിക്കുന്നു. എന്നോടും നിന്നോടും നാളുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇനിയും നടക്കുമോ, അടയപ്പെട്ടിരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, എഴുന്നേൽപ്പിക്കാൻ ഒരു പ്രവചന ശബ്ദം ഇന്നും മുഴങ്ങുന്നുണ്ട്. നിങ്ങളുടെ തലമുറയുടെ മേലെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. അഭിഷക്തന്മാരുടെ മേൽ മുഴങ്ങുന്നുണ്ട്. വിശ്വസിച്ചിട്ട് പറ, 3-ാം ദിവസം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 3-ാം ദിവസം ആ പ്രവചനം പൂർത്തീകരിക്കും. 3-ാം ദിവസം നടക്കും, ജീവനോടെ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ആരൊക്കെ നിന്നെ ഒതുക്കിയോ, സീല് വെച്ചോ, ജയഫേരി മുഴക്കിയോ, ആ സകല ശബ്ദത്തെയും ഓവർകം ചെയ്യുന്നൊരു പ്രവചന ശബ്ദം, ഉയർപ്പ് ഉണ്ട്. അത് സംഭവിക്കേണ്ടതാകുന്നു. പുറത്തു കൊണ്ടുവരും. അത് ദൈവത്താൽ സംഭവിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഏത് കല്ലറയും പൊട്ടി പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ചില ശരീരങ്ങളിലേക്ക് ആ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ തലമുറകളിലേക്ക് അത് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ദൈവശക്തിയുടെ ആഴവറ്റ വലിപ്പം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചിട്ട് പറ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ആർക്കും അതിനെ തടയാൻ സാധ്യമല്ല. വാക്ക് പറഞ്ഞവൻ സർവശക്തനാണോ എന്ന് പകൽ ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ആ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. പുതിയ കല്ലറയിൽ വെച്ചെങ്കിൽ യോസഫേ, 3 ദിവസം കഴിയുമ്പോൾ നീ കൊടുത്ത് തിരിച്ചു നൽകുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തിനു വേണ്ടി വാഗ്ദത്തങ്ങൾ നിൻ്റെ കരത്തിലേക്ക് എത്തിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന ദേശത്ത് അഭിമാനമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വാഗ്ദത്തങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തം പുറത്ത് വന്നിരിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങും. 3-ാം ദിവസം ആ വാഗ്ദത്തം എഴുന്നേറ്റ് നടക്കും. ലോക ചരിത്രത്തിലെ സകല അന്ധകാര മണ്ഡലങ്ങളെയും തകർത്തുകൊണ്ട് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വെളിപ്പെടും. ദൈവസഭകളിലേക്ക് വെളിപ്പെടും. നിങ്ങളുടെ ശരീരത്തിൽ അത് സംഭവിക്കും. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.